ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ന്യൂറോ സംബന്ധമായി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പാർവതി, നിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. ഡോക്ടർ, ഈ ഡയബറ്റീസ് ഭയങ്കര ഒരു പ്രശ്നമാണ്. എല്ലാവരും ഈ ഷുഗർ കൺസ്യൂം കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായി ഡയബറ്റീസ് വരുന്ന ആൾക്കാർ ഒക്കെ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് ന്യൂറോ സംബന്ധമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാനുള്ള ഒരു സാധ്യതകൾ? എങ്ങനെയാണ് ഡയബറ്റീസ് കൂടി എന്നൊക്കെ മനസ്സിലാക്കുന്നത്? ന്യൂറോളജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, എന്തൊക്കെയായിരിക്കും? ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സിസ്റ്റം, എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അത് നമ്മുടെ ഞരമ്പുകളെയും നമ്മുടെ തലച്ചോറിനെയും എല്ലാം പല രീതിയിലും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഷുഗർ ഉള്ളപ്പോൾ. അപ്പം ഷുഗർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ നമുക്ക് അതിന് എന്തെങ്കിലും സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ആകെ നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കണ്ടുപിടിക്കുന്നത്. എന്തെങ്കിലും റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. അതുകൂടാതെ ചിലർക്ക് ഇങ്ങനെ ദാഹം കൂടുതൽ, വിശപ്പ് കൂടുതൽ, അമിതമായ വെയിറ്റ് കുറയുന്നു, ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോഴായിരിക്കും അവരൊന്ന് പോയി ഷുഗർ നോക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. അത് കഴിയുമ്പോൾ അവർ ഷുഗറിനുള്ള മരുന്നുകൾ തുടങ്ങുമ്പോഴും ആ സമയത്തൊന്നും അവർക്ക് പ്രത്യേകിച്ച് ഇനി ഷുഗർ കൂടിയിരുന്നാൽ പോലും അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തത് കൊണ്ട് അത് അത്ര കാര്യമായിട്ട് നോക്കാതെ പോവുകയാണ് പതിവ്. ചിലർ മാത്രമേ അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ബോധം ഉള്ളത് കൊണ്ട് ഇതെന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും ചിലരത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായ മരുന്നുകളും കഴിച്ച് ഷുഗർ ടാർഗറ്റ് റേഞ്ചിൽ തന്നെ മിതപ്പെടുത്തിക്കൊണ്ട് പോകാറുണ്ട്. അതേസമയം ഇതിന് യാതൊരു സിംറ്റംസും തുടക്ക സമയങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും പേര് ഇപ്പം നമുക്ക് ഒരു പനിയോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ അങ്ങനെ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ചികിത്സ തേടും. അതേസമയം ഇങ്ങനെയുള്ള ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും, ഈ അസുഖങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു സിംറ്റംസ് വലുതായിട്ട് തുടക്കത്തിൽ വർഷങ്ങളോളം യാതൊരു സിംറ്റംസും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അവരത് നിയന്ത്രണത്തിൽ അത് ശ്രദ്ധിക്കാതെ വിടുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഷുഗർ നമ്മുടെ ശരീരത്തിനകത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഓരോ സെൽസിനെയും ഈ ഷുഗർ, എസ്പെഷ്യലി നമ്മുടെ രക്തക്കുഴലുകളെയാണ് ഈ പഞ്ചസാരയുടെ അമിതമായ അളവ് ബാധിക്കുന്നത്. അത് നമ്മുടെ എല്ലാ കോശങ്ങളെയും അത് ബാധിക്കും. ബ്ലഡ് വെസൽസിനെ കൂടുതലായി ബാധിക്കും. ഒരു മൈക്രോവാസ്കുലർ ഇഞ്ചുറി ഈ ഷുഗർ കൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഏതൊരു അവയവത്തിനെയും അതിൻ്റെ പാർശ്വഫലങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്നു. അതായത് ഇപ്പൊ കണ്ണിനാണെങ്കിൽ കണ്ണിന്റെ റെറ്റിന, നെർവ്, ഓപ്റ്റിക് നെർവ്, ഈ നെർവിനെയും റെറ്റിനെയും എല്ലാം ഈ ഷുഗർ വർഷങ്ങളോളം ഇരിക്കുമ്പോൾ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഷുഗർ ആദ്യമായിട്ട് ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കൂടിയും ആ സമയത്തായിരിക്കില്ല ഷുഗർ ശരിക്കും തുടങ്ങിയത്, നേരത്തെ തന്നെ ഉണ്ടായിരുന്നിരിക്കാം, ആ ഒരു സമയത്ത് അത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസും രണ്ട് തരത്തിലുണ്ട്. അതിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് തുടക്കത്തിൽ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മളൊരു റെറ്റിന സ്ക്രീൻ, അതുപോലെ ന്യൂറോപ്പതി സ്ക്രീനിങ് ഇതെല്ലാം ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി തന്നെ ഷുഗർ കൂടുതലായിട്ട് ഇരുന്നിട്ട് അന്നേരം കണ്ടുപിടിച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് ആ തുടക്കത്തിലുള്ള ഒരു സ്ക്രീനിങ്ങിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഇത് വർഷം തോറും നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന് വേറെയും മാക്കുലർ എഡിമ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ ഷുഗർ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വർഷം തോറും കണ്ണ് പരിശോധിക്കുക. ഒരു ഒഫ്താൽമോളജിസ്റ്റ് തന്നെ കണ്ണ് പരിശോധിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഏർലി സ്റ്റേജിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത് ചിലപ്പോൾ അത് പുറത്തുനിന്ന് പെരിഫറിയിൽ നിന്ന് പുറം ഭാഗത്തു നിന്ന് അകത്തോട്ടായിരിക്കും വിഷനെ അത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ നേർ വിഷനെ ബാധിക്കാത്ത നമ്മളത് അറിയില്ല. പക്ഷെ ഒരു ഒഫ്താൽമോളജിസ്റ്റ് അത് പരിശോധിച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് ഏർലി സ്റ്റേജസ്, തുടക്ക സ്റ്റേജസിലാണെങ്കിൽ അതിന്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കാഴ്ച സേവ് ചെയ്യാൻ സാധിക്കും. അത് ഈ ഡയബറ്റീസ് കാരണമാണ് നെർവുകളെ, റെറ്റിന, കണ്ണിന്റെ അകത്തുള്ള ഒരു പ്രതലമാണ് റെറ്റിന എന്ന് പറയുന്നത്, അതിനെ ബാധിക്കും. ചിലർക്ക് കണ്ണിന്റെ ലെൻസിനെ ബാധിക്കും. ഷുഗർ കൊണ്ട് തിമിരം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാകും. അപ്പോൾ വർഷം തോറും കണ്ണ് സ്ക്രീൻ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ചെറിയ രക്തക്കുഴലുകളിലാണ് ഈ ഷുഗറിന്റെ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും രക്തം കൊടുക്കുന്ന ഈ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനാണെങ്കിലും ഹൃദയത്തിൽ ബ്ലോക്കുകൾ വരാൻ സാധ്യതയുണ്ട് ഷുഗർ കൂടുതലുള്ളവർക്ക്. അതുപോലെ നെഞ്ചു വേദനയായിട്ട് അവർക്ക് വരണമെന്ന് നിർബന്ധമില്ല, സൈലന്റ് അറ്റാക്ക് ആയിട്ടായിരിക്കും വരുന്നത്. ഈ ഡയബറ്റീസ് ഉള്ളവരിൽ സാധാരണ കാണാം ഹാർട്ടിന്റെ. അതുപോലെ ഹൃദയത്തിന്റെ രക്തക്കുഴലുകളെ ബ്ലോക്കുകൾ ഉണ്ടാകാനായിട്ടും ഈ ഷുഗർ അധികമായിരിക്കുന്നത് ഒരു കാരണമാണ്. അപ്പൊ അതും വർഷം തോറും ഒരു ECG എടുത്ത് നോക്കുക, ഒരു കാർഡിയോളജി വർക്കപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വൃക്കയിലോട്ടുള്ള രക്തക്കുഴലുകളെ ബാധിക്കാം. വൃക്കയ്ക്ക് തകരാറുണ്ടാവും, വർഷങ്ങളോളം ഷുഗർ BP അധികമായിട്ട് ഇരുന്നിട്ടായിരിക്കാം ഷുഗർ ഈ കിഡ്നിയുടെ സെൽസിനെ, കിഡ്നിയുടെ രക്തക്കുഴലുകളെ എല്ലാം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും കിഡ്നിയുടെ ടെസ്റ്റുകൾ, ക്രിയാറ്റിനിൻ, അതുകൂടാതെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ആദ്യമേ ഉണ്ടാകുന്ന സിംറ്റം എന്ന് പറയുന്നത് പ്രോട്ടീൻ, നമ്മുടെ കിഡ്നി ഒരു അരിപ്പ പോലെ ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ശരിക്കും പ്രോട്ടീൻ നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ ഈ ഷുഗർ കൊണ്ട് ഈ കിഡ്നിയുടെ കോശങ്ങളെ ബാധിക്കുമ്പോൾ ഈ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് അത് യൂറിൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായുണ്ടോ എന്ന്. അപ്പോൾ അതും ഒരു തുടക്കമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനും ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വർഷം തോറും നമ്മൾ അതൊരു സ്ക്രീൻ ചെയ്താൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷുഗറോ പ്രഷറോ ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അത് ചെയ്യുകയും വേണം. ചെയ്താൽ മാത്രമേ ഇത് ഒരു നേരത്തെ ഉള്ള ഒരു സ്റ്റേജിൽ കണ്ടുപിടിക്കാനും നമുക്ക് മരുന്നുകൾ വെച്ച് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പൊ ആ സമയത്ത് ഡയബറ്റിക് പരിശോധിക്കുന്ന ഡോക്ടറിനെ കാണിക്കുന്നതല്ലേ നല്ലത്? ഷുഗർ നോക്കുന്ന ഡോക്ടർ തന്നെ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ രോഗികളോട്. അപ്പോൾ ഒരു ന്യൂറോളജി പരമായി നമ്മുടെ ഞരമ്പുകളെ സംബന്ധിച്ച് നമ്മുടെ നെർവുകളെ ഈ ഷുഗർ ബാധിക്കും. നെർവിനും ഇതുപോലെ ബ്ലഡ് സപ്ലൈ ഉണ്ടല്ലോ, അതുപോലെ നെർവിനെയും ചില രക്തക്കുഴലുകളാണ് അതിനുമുള്ള രക്തം സപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ ഞരമ്പിന്റെ മുകളിലൊരു മൈലിൻ കോട്ടിംഗ് ഉണ്ട്, ഒരു തോല് പോലെയുണ്ട്. അതിനെയും ഈ ഷുഗർ അധികമായിരിക്കുമ്പോൾ അതും ഡാമേജ് വരും. അപ്പം നമ്മുടെ നെർവുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. പുകച്ചിലുണ്ടാകും, നീറ്റല്, ചിലർക്ക് കാലിനിങ്ങനെ സൂചി കുത്തുന്ന പോലെ തോന്നുന്നു പറയും. ചിലർക്ക് സെൻസേഷൻ തന്നെ പോകും. നമ്മളെ കാലിൽ നിന്നുള്ള ഞരമ്പുകൾ വഴി സെൻസേഷൻ മുകളിലേക്ക് ചെല്ലുന്നത് ബാധിക്കപ്പെടും ഈ ഷുഗർ അധികമായിരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ചവിട്ടിയാൽ പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വ്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെരുപ്പിടാതെ നടന്നാലും ചെറിയ മുറിവൊന്നും അറിയ പോലും ഇല്ല, കാരണം സെൻസേഷനൊന്നും അറിയാത്തതുകൊണ്ട്. അപ്പോൾ അതാണ് ഞരമ്പുകളെ ബാധിക്കുന്ന ഷുഗർ കൂടുതലായതിനെ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. അതും ഈ ഷുഗർ ഒട്ടും കൺട്രോൾ ഇല്ലാതെ കുറേ വർഷങ്ങളോളം ഷുഗർ കൺട്രോൾ ഇല്ലാതെ എല്ലാം ഇരിക്കുമ്പോൾ ഒരുപാട് നാളത്തെ ഒരു അവസാന ഫലമാണ് ഈ ഞരമ്പുകളെല്ലാം കേടായി വരുന്നതെല്ലാം. അപ്പോൾ അത് ഈ സിംറ്റംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയ്ക്കും ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ ഇത് ശരിയാക്കി എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം തുടക്കത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സിംറ്റംസ് എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊക്കെ സ്പർശനശേഷി കുറഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമുക്ക് ആ സ്പർശനശേഷി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞരമ്പുകളുടെ ടെസ്റ്റുകളുണ്ട്, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. അതുപോലെ ഈ കാലിലെ വൈബ്രേഷൻ അറിയാൻ പറ്റുന്നുണ്ടോ, ചൂട് അറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ടച്ച് ചെയ്യുന്നത് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്തൊക്കെ ഈ നെർവ് ഡെഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. നെർവ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെൻസേഷൻ കുറവായിരിക്കും. അപ്പൊ ആ ടെസ്റ്റുകളിൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാലിലോട്ടുള്ള രക്തക്കുഴലുകൾ, നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ കാലിലെ, ആ ബ്ലഡ് വെസൽസിലും ഇതുപോലെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ കാലിലോട്ടുള്ള രക്തക്കുഴലുകളിലും അടവുകൾ വരാം. ഈ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ വന്നിട്ടും ഷുഗർ കൂടിയിട്ട് ഒക്കെ അത് കൊളസ്ട്രോളായി മാറി പല സ്ഥലങ്ങളിൽ ബ്ലോക്സ് വരാം. അപ്പോൾ അതും നമുക്ക് രക്തോട്ടം ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റുകളുണ്ട്. നമുക്ക് കാലിൽ രക്തോട്ടം ശരിയായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചില ആൾക്കാരിൽ രക്തോട്ടം കുറഞ്ഞിട്ട് കാലിൽ വ്രണങ്ങൾ വന്നിട്ട് കാല് ആംപുട്ടേഷനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഷുഗർ ഉള്ളവർക്ക്. അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു പരിധി വരെ
അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇതെല്ലാം അവസാനം ഇത്രയും മോശമായ അവസ്ഥയിലെത്തുന്നത്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ കിഡ്നിയുടെ ഇതും. ആദ്യമേ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഷുഗർ നന്നായിട്ട് അല്ലെങ്കിൽ BP നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഡയാലിസിസിലോട്ടെല്ലാം എത്തുന്ന ഒരു അവസ്ഥ മാറ്റാൻ സാധിക്കും. അത് ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന 90% പേഷ്യന്റും BP-യും ഷുഗറും ഉള്ളവരാണ്. അത് ആ അവസ്ഥയിൽ എത്തുന്നത് തുടക്കത്തിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂറോളജിക്കലി നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ ആയി കഴിഞ്ഞു കാണും. ഈ ന്യൂറോപ്പതി സിംറ്റംസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് സ്ട്രോക്ക് വരുന്നതും തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലുകളിൽ ഈ ഡയബറ്റീസ് അടവുകൾ വരുന്നതുകൊണ്ടാണ്. കൊളസ്ട്രോൾ ഹൃദയാഘാതം വരുന്ന പോലെ തന്നെയാണ് പക്ഷാഘാതവും. രണ്ടും രക്തക്കുഴലുകളിൽ അടവ് വരുന്നത്. അതും കൂടുതലും കാണുന്നത് ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ തന്നെയാണ്. ഡോക്ടർ, അപ്പൊ ഈ ഒരു സർജിക്കൽ ടേമിലോട്ടൊക്കെ ന്യൂറോപ്പതിയിൽ ചെയ്യുമ്പോൾ പോകുന്നത് എങ്ങനെയാണ്? ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നത് എപ്പോഴായിരിക്കും? അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നെർവുകളുടെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. നമ്മുടെ എവിടെയെങ്കിലും മുറിവ് പറ്റിയാലും അറിയില്ല, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുറിവ് അത് വ്രണമായി തുടങ്ങിയാലും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മൾ അതുകൊണ്ട് കാല് വളരെ ശ്രദ്ധിക്കണം. അവർ കാല് ദിവസം നോക്കണം എന്തെങ്കിലും മുറിവുകളുണ്ടോ. കാരണം വേദന ഉണ്ടെങ്കിലല്ലേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. വേദനയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വലുതായി വരുമ്പോഴായിരിക്കും അറിയുന്നത്. തുടക്കത്തിൽ തന്നെ ഈ ഞരമ്പുകളുടെ പ്രശ്നം കൊണ്ടും അതുപോലെ രക്തക്കുഴലുകൾ അടവുകൾ ഉള്ളത് കൊണ്ടും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി കരിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ ഷുഗർ കൂടുതലുള്ളപ്പോഴും അത് കരിയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വ്രണങ്ങൾ കൂടുതൽ വഷളാവുകയും പിന്നീട് രക്തഓട്ടം ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരികയും ചെയ്യാറുണ്ട്. ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ ചില ആൾക്കാരിൽ കാലിൽ സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഷുഗർ കൂടിയിട്ട് വരാറുണ്ട്. അതും ഈ ഇൻഫെക്ഷൻ വരുന്നതാണ്. അതൊക്കെ ചില സമയത്ത് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ഡീബ്രൈഡ്മെന്റ് എല്ലാം അതിനുവേണ്ടി ചെയ്യാറ്. ഡീബ്രൈഡ്മെന്റ് എന്ന് വെച്ചാൽ ആ പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് അത് ഡ്രസ്സിങ് ചെയ്ത് ഉണക്കിയെടുക്കുക എന്നുള്ളത് ആന്റിബയോട്ടിക് കൊണ്ടായിട്ട്. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ചികിത്സിച്ച് അല്ലേ ആദ്യമേ നമ്മൾ എല്ലാവരും പൊതുവെ ആളുകളുടെ ഇടയിലുള്ള ഒരു തെറ്റായ ധാരണയാണ് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോ ഓർഗൻസ് അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആയി പോകുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യം. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്ന യാതൊരു മരുന്നുകളും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു മരുന്നും ഷുഗറിനോ BP-ക്കോ കൊടുക്കാനില്ല. പക്ഷെ അതേസമയം ഒരു പരിധി കഴിഞ്ഞ് കിഡ്നിക്ക് ഡാമേജ് ആയി, അതായത് ഈ ഷുഗർ കൊണ്ട് തന്നെ അല്ലെങ്കിൽ BP-യുടെ പ്രശ്നങ്ങൾ കൊണ്ട് BP കൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ ഇരുന്നിട്ട് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുമാണ് ഈ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലാതെ മരുന്നല്ല. പക്ഷെ അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മരുന്നുകളും കൊടുക്കാൻ പറ്റില്ല. കാരണം കിഡ്നി ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആ വഴി പോകുന്ന പല മരുന്നുകളുടെയും ഡോസുകൾ കുറയ്ക്കുകയും നിർത്തുകയും ചെയ്യേണ്ടി വരും. അതല്ലാതെ ഇതുകൊണ്ട് അത് കിഡ്നി ഡാമേജ് വന്നത് കൊണ്ടല്ല നമ്മൾ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഡാമേജ് വരുന്നത് ഷുഗർ, പ്രഷർ കൺട്രോളിൽ നിൽക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പാർവതി ആയിരുന്നു നമ്മളോടൊപ്പം സംസാരിച്ചത്. ഡയബറ്റീസ് വരുമ്പോൾ എന്തായാലും ആരും വെയിറ്റ് ചെയ്യാതിരിക്കുക, അത് എത്രയും പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ നോക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ തന്നെ മാറ്റിയെടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള രോഗങ്ങൾ, അതായത് ആംപ്യൂട്ടേഷൻ പോലുള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എനിവേ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.